എന്തായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഫാൾട്ട് എന്നറിയാൻ വന്നതല്ലേ നിങ്ങൾ? അപ്പോൾ ഫാൾട്ടിൻ്റെ കഥ നമുക്ക് പതിയെ പറയാം. സോ വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറച്ച് വർക്ക് കാണാം. അതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ള സ്റ്റോറിയും കൂടെ കേൾക്കാം കേട്ടോ. സ്റ്റോറി കേൾക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ചാനൽ സപ്പോർട്ടും കൂടെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റിലും കൂടെ ഇട്ടേക്കാം കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ വർക്കിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എന്നും പറയുന്ന പോലെ തന്നെ ഇന്ന് നമുക്കൊരു എഗ്ലെസ് കേക്കിൻ്റെ വർക്കാണ് സ്റ്റാർട്ടിങ് കേട്ടോ. സോ ഈ എഗ്ലെസ്സൊക്കെ കുറവാട്ടോ ഓർഡേഴ്സ് വരുന്നത്. പിന്നെ അറിയാൻ കുറച്ച് ബ്രാഹ്മൺ ടീംസൊക്കെ ഉണ്ട് നമ്മളെ അടുത്ത് തന്നെ. അവരധികം ഓർഡർ ചെയ്യാറ് എഗ്ലെസ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ പിന്നെന്ന് അറിയാൻ ഓരോ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ മാത്രം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത് കേക്ക് വന്നിട്ട് 1 kg ടോളായിട്ട് ചെയ്ത ഏത് കേക്കായിരുന്നു? ടെൻഡർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ. ഈയിടെയായിട്ട് അധികവും ടെൻഡർ കോക്കനട്ട് തന്നെയാണ് അല്ലേ. എന്ത് ചെയ്യാനാ. അപ്പോൾ ഇത് നമ്മൾ റെഗുലർ കസ്റ്റമറാണ്. തൃക്കുറ്റിശ്ശേരിയിലേക്കാണ് കേട്ടോ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവരുടെ അച്ഛന് വേണ്ടിയിട്ട്, മോളാണ് ഓർഡർ ചെയ്തത്. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. 2 kg ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കേക്കിൻ്റെ സ്ട്രക്ചറൊക്കെ മാറ്റി അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ വന്നു. അതായത് കേക്കും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാനുള്ള കേക്കും പിന്നെ പാസ്ട്രിയും 1 kg. അപ്പം രണ്ടും ഒരേ ഫ്ലേവർ ആയ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ രണ്ടും സെപ്പറേറ്റ് ഫ്ലേവറിൽ തന്നെ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് വന്നിട്ട് നമ്മൾ ടോളാക്കിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ദെൻ അതിൽ കുറച്ച് ഫോണ്ടൻ വർക്ക്സും പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ ഒരു ക്യാൻഡിലും ദെൻ ടോപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വർക്ക് ഒരു റിബണ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളുടെ പാസ്ട്രിയാണ്. അത് നമ്മൾ വേറെ ഫ്ലേവറിലാണ് സെറ്റാക്കിയത് കേട്ടോ. ബട്ടർ സ്കോച്ച് ആയിരുന്നേ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഫ്ലാറ്റ് ആക്കിയിട്ട് 1 kg സെറ്റാക്കിയ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് സെറ്റാക്കി ചെറിയൊരു കളറ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പീസാക്കിയിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഓവർ ചെറിയ പീസായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു മിനിമൽ പീസിലാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 18 പീസസ് അടങ്ങുന്നൊരു പാസ്ട്രിയാണ്. അങ്ങനെ നമ്മളത് കട്ടിങ് പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. പിന്നെ ചെറിയൊരു മിനിമൽ ഡിസൈനും കൂടെ അതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അവർ ഈ ഒരു പാസ്ട്രിയിൽ ജസ്റ്റ് ഒരു ക്യാപ്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫോണ്ടനിൽ ജസ്റ്റ് റൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പോർഷനാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ 2 ഓർഡേഴ്സ് ഏകദേശം സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കിനി അടുത്ത വർക്ക് കണ്ടാലോ. അപ്പം നമ്മൾ ആ സ്റ്റോറി കേൾക്കണ്ടേ? എന്നാൽ ഇതിലല്ല കേട്ടോ, അടുത്ത വർക്കിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഓർഡർ ആയിരുന്നു കേട്ടോ. കസ്റ്റമർ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഏട്ടൻ്റെ കെയർ ഓഫിൽ വന്നൊരു ഓർഡർ ആയിരുന്നേ. ദെൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു 500 ഗ്രാം വരുന്ന ബട്ടർ സ്കോച്ച് ആയിരുന്നു. ടോളാക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. 500 ഗ്രാം ടോളാക്കിയിട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി എടുക്കുകയാണ്. ഒരു വോളിൽ നമ്മളൊരു വേവ് പോലത്തെ ഒരു ഡിസൈന് സെറ്റാക്കി. തീം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മളുടെ ഡോറാബുജിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു പ്രിൻ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കേക്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ഫോക്സ് ബോളിൻ്റെ ഒരു കളിയാണ്. ഒരു ഗോൾഡനും പിങ്കും ആയിട്ടുള്ളൊരു കളറിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് കളറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആ ഒരു തീമിൽ തന്നെ പിടിച്ചു. കുറച്ച് ഫോക്സ് ബോൾസും ആഡ് ചെയ്ത് ബട്ടർഫ്ലൈസും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് ആ റൈറ്റിംഗ് കൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തുണ്ടായിരുന്നു കേട്ടോ. ഫൈനൽ ലുക്ക് കേക്കിൻ്റെ കണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് വർക്കിലേക്ക് കിടക്കാം. ഇതിലുള്ളൊരു കേക്കിൻ്റെ ഓർഡറിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോണേ. ഈ ഒരു കുഞ്ഞ് കേക്കിൻ്റെ വീഡിയോയും കൂടെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെട്ടി കളിക്കുന്ന കാര്യം ഒരു ചെറിയൊരു പിക്കാണ്. അത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. അവർക്ക് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ വേഫറിലായിരുന്നു കേട്ടോ പ്രിൻ്റ് വരുന്നത്. എഡിബിളാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയൊരു ക്രീം വർക്ക് ചെയ്തിട്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. 1/2 kg തന്നെയായിരുന്നു കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ദ സ്റ്റോറി സിമ്പിളായിട്ടുള്ള കേക്കാണ്. അത്
ആദ്യം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നു. ഒന്നാമതെന്താ വെച്ചാൽ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സെറ്റാക്കി വന്നപ്പോഴേക്കും ഈ കേക്കെല്ലാം കൂടി ലാസ്റ്റായി പോയി. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് റൈറ്റിംഗ് ഒന്ന് മാറിപ്പോയി, അതാണ് സ്റ്റോറി. അതായത് കസ്റ്റമർ വിളിച്ചു പറഞ്ഞു ആനിവേഴ്സറി ആണ്, അപ്പോൾ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡീറ്റെയിൽ എല്ലാം വാട്സപ്പ് ചെയ്തു. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലൊരു സിറ്റുവേഷൻ. അത് പിന്നെ ഒരു 1 kg ഉള്ളത് ½ kg ആക്കി ചെയ്തതെന്നേ ഉള്ളൂ. പക്ഷേ ഇത് റൈറ്റിങ്ങേ മാറിപ്പോയി. അപ്പം ഇനിയുള്ള കസ്റ്റമർ, ഞാൻ പൊതുവേ എല്ലാവർക്കും അയക്കുന്നതാണ് ഓർഡർ കൺഫേം ആണെങ്കിൽ അതിൽ അവർക്ക്, അതായത് ഫ്ലേവർ ഏതാണ്, പിന്നെ അതേപോലത്തെ അതിൽ കൊടുക്കേണ്ട റൈറ്റിങ്, പിന്നെ കളേഴ്സ് ഉണ്ടെങ്കിൽ അത്, ഡിസൈൻ ഉണ്ടെങ്കിൽ അത്, അതേപോലെ ഓരോ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു ഫില്ല് ചെയ്യാനുള്ളൊരു ഫോം പോലുള്ള സംഭവം അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പേരും അയച്ചു തരാറുമുണ്ട്, തിരിച്ച് ഫില്ല് ചെയ്ത് അയച്ചു തരാറുണ്ട്. ചിലവർക്ക് അത്രയും തിരക്കിലൊക്കെ ഉള്ള ആളാണെങ്കിൽ കൂടെ തന്നെ അവർ ജസ്റ്റ് ഒരു ഓഡിയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് പോവുമായിരുന്നു. പക്ഷേ അവരതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചപ്പോൾ മാത്രം പറഞ്ഞു. അതിപ്പം നമുക്ക് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതിൽ അങ്ങ് വിട്ടുപോയി. അപ്പം നമ്മുടെ അടുത്തുകൊണ്ട് തെറ്റ്, അവരുടെ അടുത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് ചെറുതായിട്ട് അവരുടെ അടുത്തുമുണ്ട്. റേറ്റും പിന്നെ ഡെക്കറേഷൻ ഡിസൈനും റെഫറൻസും എല്ലാം ചെയ്തു. അങ്ങനെ അവർ സെലക്ട് ചെയ്ത ഇത് മതി, സെയിം ഇതേ മോഡൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ആയിക്കോട്ടെ, റൈറ്റിങ്ങും ഇത് തന്നെ മതിയോയെന്ന് ചോദിച്ചു. അപ്പം അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. റൗണ്ട് കേക്കിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റി. ദെൻ ഇത് നമ്മൾ റൈറ്റിങ്ങിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ക്രം കോട്ടും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി റൈറ്റിങ്ങാണ് തുടങ്ങുന്നത്. അപ്പം ഫസ്റ്റിലെ റൈറ്റിങ് തുടങ്ങിയാലാണ് ഔട്ടറായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വൈ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഒന്നാമതെന്താ വെച്ചാൽ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് റൈറ്റിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അതിൻ്റെ ഇതിൽ തെറ്റിപ്പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡാണ് അത്, പിന്നെ അത് പൊളിച്ച് മാറ്റാൻ നല്ല പണിയെടുക്കും. അതുകൊണ്ട് പിന്നെ റൈറ്റിംഗ് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഹൈറ്റിൽ, കേക്കിൻ്റെ ഈ ഒരു ഹൈറ്റിലും ചെറിയ കുട്ടി കുട്ടി ഹാർട്ട്സ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളുടെ റിബൺ വിൻറ്റേജ് ആണല്ലോ, അപ്പോൾ റിബണൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞത് ഞാനിതാ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, അവർ ആ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ട് ഇട്ടിട്ട് അവർ പോയി. എന്ത് ചെയ്തില്ല, അവരതിലുള്ള റൈറ്റിങ്ങും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, സ്വാഭാവികമായിട്ടും ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ അവർക്ക് ഈവനിങ് ആയിരുന്നു കേക്ക് വേണ്ടത്. ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ കേക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒരു 10 സംതിങ് ഒക്കെ ആകുമ്പോഴാണ് അവർ മെസ്സേജ് അയക്കുന്നത്. മോള് ജസ്റ്റ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ബർത്ത്ഡേ ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആളൊരു ബേക്കറായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ജോലീൻ്റെ ഒരു തിരക്ക് കാരണം എന്നെ ഏൽപ്പിച്ചതായിരുന്നു. അത് ഞാൻ കൊളായി കൊടുത്തു. അങ്ങനെ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നുള്ളത്. അങ്ങനെ പിന്നെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ദെൻ ഫൈനലി അവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. പിന്നെ പിറ്റേന്നാണ് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മോളാ കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ സ്റ്റോറി. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി ഒരു മിസ്റ്റേക്കും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. സോ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.